Greetings from kindergarten at Bethesda, in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടതായ എല്ലാം വിദ്യാഭ്യാസ യോഗ്യതകളും കഴിവുകളും അതിന് തക്കതായ ക്രെഡൻഷ്യൽസും എല്ലാം കയ്യിലുണ്ടായിട്ടും ഗവൺമെൻറ്റിലോ ഏതെങ്കിലും റെപ്യൂട്ടഡ് കമ്പനികളിലോ അതുപോലെയുള്ള ടോപ്പ് ഡിപ്പെൻഡബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒരു നല്ല ജോലി, ഒരു സെക്യൂർ ജോബ്, ഒരു സ്റ്റഡി ജോബ് ലഭിക്കാതെ മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്. നല്ലൊരു ജോലി ലഭിച്ചിട്ടും ഏതെങ്കിലും കാരണത്താൽ അത് നഷ്ടപ്പെടുവാനിടയായവർക്കും ഇത്രയും നാൾ നല്ല പദവിയിലിരുന്ന ജോലി ചെയ്തിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ് ഈ മെസ്സേജ്. ഇങ്ങനെയുള്ളവരെ വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നാണ് സാധാരണ പറയുന്നത്. കാരണം അവർ ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബാണ്. ഇവർ വലിയ ജോലി, നല്ല ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ. അതായത് നല്ല ശമ്പളം കിട്ടുന്ന വെൽ പേയിങ് ജോബ്സ്. ഒരു ചെറിയ ജോലി ചെയ്യുന്ന കാര്യം അവർക്ക് ചിന്തിക്കുവാനേ വയ്യ. അവർ ഓർക്കും തങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ബിരുദങ്ങളുണ്ട്, നല്ല അക്കാഡമിക് റെക്കോർഡ്സ് ഉണ്ട്, ഇതൊക്കെയും കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു താഴ്ന്ന ജോലി അല്ലെങ്കിൽ നിലവാരമില്ലാത്തതെന്ന് അവർ ചിന്തിക്കുന്ന ആ ജോലികൾ ചെയ്യുന്നത്. അത് ലജ്ജാകരമല്ലേ? മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും? ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ച് മാനസികമായ ഒരു സംഘർഷത്തിലൂടെ അവർ കടന്നു പോകുന്നു. അവരനുഭവിക്കുന്ന ആ ട്രോമ, ആ സൈക്കോളജിക്കൽ സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു റിട്ടയർഡ് ജഡ്ജ് തട്ടുകടയിൽ പോയി പൊറോട്ട അടിക്കുന്ന കാര്യം ചിന്തിച്ച് നോക്കുക. അതുപോലെ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് IBMലൊക്കെ ജോലി ചെയ്തിട്ട് ഒരു പാലത്തിൻ്റെ ടോൾ പിരിക്കുന്ന കാര്യം ചിന്തിച്ച് നോക്കുക. ഇവരിതൊന്നും ചെയ്യുവാൻ പോകുകയില്ല. പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ജോലികൾ, ഏതെങ്കിലും താഴ്ന്ന ജോലി അവർ ചെയ്തെന്നാൽ തന്നെ ആ ജോലിയിലിരിക്കുമ്പോൾ അവർ കഠിനമായ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജോലി നഷ്ടപ്പെട്ടവരും അർഹിക്കുന്ന ജോലി ലഭിക്കാത്തവരും ചിന്തിക്കുന്നത് എങ്ങനെയാണ് തങ്ങൾ കുടുംബം പുലർത്തുന്നത്? തങ്ങളുടെ മാതാപിതാക്കളെ ആര് സംരക്ഷിക്കും? തങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കും? തങ്ങളുടെ സഹോദരിമാരെ എങ്ങനെയാണ് വിവാഹം കഴിച്ചയക്കുന്നത്? വിവാഹിതരാണെങ്കിൽ തങ്ങളുടെ മക്കളെ ആര് നോക്കും? അവരുടെ സ്കൂളിലെ കാര്യം, ദൈനംദിനമുള്ള ഭക്ഷണക്കാര്യം, ഇതെല്ലാം ചിന്തിച്ച് നാം പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ പലരും ഒറ്റയ്ക്കോ കുടുംബമായോ ആത്മഹത്യ ചെയ്തെന്നിരിക്കും. ചിലരാണെങ്കിൽ മറ്റുള്ളവരോടുള്ള സംസാരം ക്രമേണ അങ്ങ് നിർത്തും. സ്വന്തം ഭവനത്തിൽ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ പോലും അവർ സംസാരിക്കില്ല. ഒറ്റയ്ക്ക് മുറിയിൽ കയറിയിരിക്കും. ഭക്ഷണം കഴിക്കുവാൻ മാത്രം പുറത്തേക്കിറങ്ങി വരും. തങ്ങളുടെ കൂട്ടുകാരോടോ അയൽക്കാരോടോ ആരാധനാലയങ്ങളിൽ ഉള്ളവരോടോ പോലും അവർക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും കാണില്ല. അതെല്ലാം അവരങ്ങ് നിർത്തും. ക്രമേണ മാതാപിതാക്കളോട് ഇവർ പണം ആവശ്യപ്പെടും. അവർക്ക് കിട്ടുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷനാണെങ്കിലും അവരുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും അവർ ചോദിച്ചു വാങ്ങിക്കും. കൊടുത്തില്ല എങ്കിൽ ബലം പ്രയോഗിക്കും. അവിടെ പിന്നെ അലോഹ്യമായി, അലസണ്ടയായി, മർദ്ദനമായി, കുടുംബമാകെ അലങ്കോലമാകും, താറുമാറാകും, അസ്വസ്ഥമാകും. ഇവർ
അപഹരിക്കുന്ന ഈ പണം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഗ്യാംബ്ലിംഗ്, മദ്യം, മയക്കുമരുന്ന്, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അവർ ഒരു ശല്യമാകും. എല്ലാവർക്കും അവർ അപകീർത്തി വരുത്തും. ഈ ആളുകൾ അഭ്യസ്ത വിദ്യരാണെന്ന് ഓർക്കണം. യൂണിവേഴ്സിറ്റി ബിരുദങ്ങളുള്ളവരാണ്, അക്കാഡമിക് റെക്കോർഡ്സ് ഉള്ളവരാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ പോയത്? ചിന്ത, സൈക്കോളജിക്കൽ സ്ട്രെസ്. കിട്ടുന്ന ജോലി ചെയ്ത്, അത് ഏത് മേനിയൽ ജോബാണെങ്കിലും നിലവാരം കുറഞ്ഞതാണെങ്കിലും അത് ചെയ്ത് അഹോവൃത്തി കഴിക്കേണ്ടതിന് പകരം അവർ മാല പൊട്ടിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. നമുക്കറിയാം, അസ്വസ്ഥമായ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്, പിശാചിൻ്റെ കളിത്തൊട്ടിലാണ്. പിശാചാണ് ഈ അസ്വസ്ഥമായ മനസ്സുള്ളവരെ പിന്നെ നയിക്കുന്നത്. പിശാചിന് വേണ്ടി ഇവരുടെ മനസ്സ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ശരീരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവരെ പോലെയുള്ള അഭ്യസ്ത വിദ്യർക്ക് ഈ ലോകത്തിൽ പിശാച് തുറന്നിട്ടിരിക്കുന്ന ധാരാളം അവസരങ്ങളും ജോലികളുമുണ്ട്. ഭീകര സംഘടനകളിൽ പോലും ഇവരെ പോലെയുള്ളവർ കയറിപ്പറ്റുന്നു. നമുക്കറിയാം, എത്രയോ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസാണ് ഈ ലോകത്തിലുള്ളത്. അതുപോലെ കൊട്ടേഷൻ സംഘങ്ങൾ മറ്റുള്ളവരെ കവർ ചെയ്യുവാനും തട്ടിക്കൊണ്ടുപോകുവാനും കൊലപ്പെടുത്തുവാനും വരെ ഇക്കൂട്ടർ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നു. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സെക്സ് റാക്കറ്റ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹണി ട്രാപ്പ്, ഡ്രഗ് മാഫിയ, ഗ്യാംബ്ലിംഗ്, അവയവക്കച്ചവടം എന്ന് വേണ്ട എല്ലാത്തരം കുറ്റകൃത്യങ്ങളിലും എത്ര ഉന്നതന്മാരെ പോലും, എത്ര അക്കാഡമിക് റെക്കോർഡ്സ് ഉള്ളവരെ പോലും, കുടുംബത്തിൽ പിറന്നവരെ പോലും പിശാച് കെണി വെച്ച് കൊടുക്കുന്നു. വലിയ ധനസമ്പാദനമാണ് ഇക്കൂട്ടർ നടത്തുന്നത്. നമുക്കറിയാം, ഒരു തൊഴിൽ കിട്ടുവാൻ എന്ത് മാർഗവും മനുഷ്യൻ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. Forget about the morality. Forget about the crimes involved. Just remember, they bring jobs. മനുഷ്യൻ പറയുന്നതാണ്. കുറേ പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ടല്ലോ, അവരുടെ വീട്ടിലെ കാര്യമൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ. അതാണ് മനുഷ്യന് വേണ്ടത്. ഇതിനെല്ലാം കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവമില്ല, അവന് ധാർമ്മികതയില്ല. ദൈവബോധമോ ദൈവ സാന്നിധ്യമോ ഇല്ലാത്ത മനുഷ്യൻ എന്തും ചെയ്യും. ജനം പറയും, ഇതിനൊക്കെ ഒരു മിടുക്ക് വേണം, റിസ്ക് എടുക്കണം, അതാണ് ജീവിതം. പക്ഷേ വിശുദ്ധ ബൈബിളിന് ഒരു കാര്യം പറയുവാനുണ്ട്. The Holy Bible has a lot to say about work. വിശുദ്ധ ബൈബിളിന് വർക്കിനെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട്, പ്രവൃത്തിയെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട്. ക്രിസ്തീയത വർക്കിനെക്കുറിച്ചുള്ളതാണ്, പ്രവൃത്തിയെക്കുറിച്ചുള്ളതാണ്. 90-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ഈ വർക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 90-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അവസാനിക്കുന്നത് വേഴ്സ് 17.
ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. May the favor of the Lord our God rest upon us. Establish the work of our hands for us. Yes, establish the work of our hands. ഈ സങ്കീർത്തന രചയിതാവായ മോശ ദൈവത്തോട് പറയുന്ന കാര്യമാണിത്. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന്. ഈ മോശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ച മോശയെപ്പോലെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയില്ല. വിശുദ്ധ ബൈബിളിൽ in Exodus 33 verse 11 പറയുന്നു, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് എങ്ങനെയാണോ മുഖാമുഖമായി സംസാരിക്കുന്നത് അതുപോലെ ആയിരുന്നു മോശ ദൈവത്തോട് സംസാരിച്ചത് എന്ന്. അതായത് മോശ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞവനായിരുന്നു. തൻ്റെ കൈകളുടെ പ്രവൃത്തികളെയെല്ലാം ദൈവത്തെപ്പറ്റിയുള്ള തൻ്റെ അറിവുമായി ബന്ധപ്പെടുത്തിയിരുന്നു മോശ. അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന ആ ദൈവവുമായി തൻ്റെ എല്ലാ പ്രവൃത്തികളും മോശ ബന്ധപ്പെടുത്തിയിരുന്നു. ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് ജോബ് എന്താണ്, വർക്ക് എന്താണ്. ഇത് രണ്ടും രണ്ടാണ്. എല്ലാ ജോബിലും വർക്കുണ്ട്. അതായത് വർക്ക് ഈസ് ഓൺലി വൺ പാർട്ട് ഓഫ് എ ജോബ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ജോബിൽ എന്താണ് കൂടുതലുള്ളത്? ജോബിലുള്ളത് ധാരാളം ആനുകൂല്യങ്ങളുണ്ട്, ബെനിഫിറ്റ്സ് ആൻഡ് പെർക്സ്. ഒരു ജോബ് ചെയ്യുന്ന ആൾക്കറിയാം, അയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, റിട്ടയർമെൻറ്റ് പാക്കേജ് ഉണ്ട്, വെക്കേഷൻ ഡേയ്സ് ഉണ്ട്, സിക്ക് ഡേയ്സ് ഉണ്ട്, പേഴ്സണൽ ഡേയ്സ് ഉണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങൾ ശമ്പളത്തിന് പുറമേ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല ജോബ് കിട്ടുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ജോബിൽ ഉള്ളത് വർക്കാണ്. വർക്കിന് പുറമേയാണ് ഇതെല്ലാം ഉള്ളത്. പക്ഷേ ഇന്ന് മനുഷ്യൻ ഈ പുറമേയുള്ള കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടും, എന്താണ് കൂടുതൽ കിട്ടുവാൻ പോകുന്നത്, അതിനുവേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. സമരം ചെയ്യും, സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ കിടക്കും, കൂടുതൽ കൂടുതൽ കിട്ടുവാൻ വേണ്ടി. ആനുകൂല്യങ്ങൾ, ജോലിയുടെ വേതനം മാത്രമല്ല, ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യൻ പെടാപ്പാടുപെടുന്നത്. അതിനാണ് അവൻ സമരം ചെയ്യുന്നത്. ഒരു സുരക്ഷിതമായ ഭാവി അവൻ ചിന്തിക്കുന്നു. അതിനാലാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ അവൻ സൈക്കോളജിക്കൽ സ്ട്രെസ് അനുഭവിക്കുന്നത്. ദിസ് ക്യാൻ ഡ്രൈവ് ഹിം ക്രേസി. അവൻ വയലൻ്റ് ആകാം. എന്നാൽ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. യു മേ ലൂസ് യുവർ ജോബ്, ബട്ട് യു വിൽ നെവർ ലൂസ് യുവർ വർക്ക്. നിങ്ങൾ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായ എത്രയോ വർക്കുകളുണ്ട്. അത് ചെയ്യുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ ഒരാളെപ്പറ്റി പറയുന്നുണ്ട്, ഒരു കള്ളനെക്കുറിച്ച്. Ephesians chapter 4 verse 28. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. He who has been stealing must steal no longer, but must work,
doing something useful with his own hands, that he may have something to share with those in need. നിന്റെ ചുറ്റും ധാരാളം ആവശ്യക്കാരുണ്ട്. അവർക്കും പങ്കിടുവാൻ തക്കവണ്ണം നിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈകൊണ്ട് നല്ലവണ്ണം അധ്വാനിക്കുക എത്രേ വേണ്ടത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു കള്ളനോട് പറയുന്നത്. ഇത് സാധാരണ ഒരു കള്ളനോടാണ് പറഞ്ഞത് എങ്കിലും നമ്മിൽ ഓരോരുത്തരിലുമുള്ള ചെറിയ കള്ളന്മാർക്കും അത് ബാധകമാണ്. നമുക്കറിയാം, ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ നമ്മൾ കയറി ചെന്ന് ഒരാവശ്യത്തിനായി ഒരപേക്ഷ കൊടുക്കുമ്പോൾ അതന്ന് സാധിച്ച് തരേണ്ടതായിരിക്കും, അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരാഴ്ചക്കകം സാധിച്ച് നമുക്ക് കിട്ടേണ്ടതായിരിക്കും. പക്ഷേ വർഷങ്ങളോളം നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടിക്കും. ഒടുവിൽ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ വേറൊരപേക്ഷ ഇങ്ങോട്ട് എഴുതിത്താ എന്നാണ് അവർ പറയുന്നത്. മറ്റേത് അപ്രത്യക്ഷമായി, കണ്ടില്ല അവർ പറയും. ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചാൽ ജോലിയോടുള്ള ആത്മാർത്ഥത, ആ വിശ്വസ്തത പുലർത്തണം. ആവശ്യക്കാരൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവന് അന്ന് ലഭിക്കേണ്ട കാര്യം അന്ന് തന്നെ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ, ശമ്പളത്തിനും പുറമേ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങളെ കള്ളന്മാരാക്കും. എന്തു വന്നാലും ഒരു കുഴപ്പവുമില്ല, ഗവൺമെൻറ് ജോലിയല്ലേ ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കോട്ടവും വരില്ല. അവർ ആശ്രയം വച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിലും നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും അതുപോലെ കോർപ്പറേഷനിലുമൊക്കെയാണ്. അതിൽ ആശ്രയം വച്ചിരിക്കുകയാണ്. അവരറിയുന്നില്ല ഇതൊക്കെ അൺറിലയബിളാണ് എന്നുള്ളത്. ഇതിനെ ഒന്നും ആർക്കും ഊന്നുവാൻ ചാരുവാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം തകർന്നടിയാം. നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ആളിനോട്, അല്ലെങ്കിൽ നാം ചെയ്തു തീർക്കേണ്ട ജോലി തത്സമയം ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ചെയ്ത് തീർക്കുക, എന്നിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നാം കൈപ്പറ്റുമ്പോൾ ആ ജോലിയോട് എത്രമാത്രം നാം വിശ്വസ്തത പുലർത്തണം എന്ന് ചിന്തിക്കണം. കള്ളനാകരുത്. അങ്ങനെ ചെയ്യാത്ത ഒരുവൻ കള്ളന് തുല്യമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ജോലി ലഭിക്കാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ഉണ്ടാകുന്ന മാനസിക സംഘർഷം എങ്ങനെ പരിഹരിക്കാം? Is there anything that can calm our troubled spirits? നാം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏതിലൊക്കെയാണോ നാം ആശ്രയം വെച്ചുകൊണ്ടിരുന്നത്, ഇതൊക്കെ റിലയബിൾ ആണ് എന്ന് നാം ധരിച്ചിരുന്ന സംഗതികൾ എന്തെല്ലാമാണോ അതെല്ലാം അൺറിലയബിൾ ആണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിച്ച് നമ്മെ താഴ്മ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നമുക്ക് ജോബ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ചുറ്റും ധാരാളം വർക്കുകളുണ്ട്. അത് നാം ചെയ്യണം. അത് ചെയ്ത് അതിൻ്റെ നേട്ടം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യത്തക്കവണ്ണം നാം ഉത്സാഹിക്കണം. ഇതിൻ്റെ അർത്ഥം ഈ ജീവിതം കഠിനതരമാണെന്നല്ല, ജീവിതമാകെ വിരസത നിറഞ്ഞതാണെന്നല്ല. ലൈഫ് ഈസ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആൻഡ് സുപ്രീംലി വർത്ത് ലിവിങ്. അത് നാം മറന്നു പോകരുത്. നാം ആശ്രയം വയ്ക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിലാണ്. സകലവും നമ്മൾക്ക് ദാനമായി തന്നിരിക്കുന്ന ദൈവത്തിലാണ്. അവനാണ് നിത്യൻ, അവനാണ് നിത്യമായിട്ടുള്ളവൻ. അവനിലാണ് നാം ചാരേണ്ടത്. ആ ഒരു ബോധമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ജോലി ചെയ്യുന്നവർക്കും ജോലി ഇല്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും എല്ലാം ഉണ്ടാകേണ്ടത് ആ ഒരു ബോധ്യമാണ്. നാം ചെയ്യുന്ന ജോലികളെല്ലാം ദൈവത്തിനെന്നവണ്ണം ചെയ്യുക, ദൈവത്തിനായി ചെയ്യുക, ദൈവവുമായി
ബന്ധമുണ്ടാക്കുന്ന തരത്തിൽ ചെയ്യുക. നാം ഒരു ജോബിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പായി വർക്കിനെ പറ്റി ചിന്തിക്കുക. വർക്കാണ് ശ്രേഷ്ഠം. അതായത് ചുമട്ടുതൊഴിലാളിയുടെ വർക്കോ, പൊറോട്ട അടിക്കുന്നവൻ്റെ വർക്കോ, ടോൾ പിരിക്കുന്നവൻ്റെ വർക്കോ, എല്ലാ വർക്കിനും മഹത്വമുണ്ട്. അതെല്ലാം മഹത്തരമാണ്. ദൈവത്തിനെന്നവണ്ണം നാം അത് ചെയ്യുമ്പോൾ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ദൈവം ഒരുവനെ അനുഗ്രഹിക്കുന്നത്. 90-ാം സങ്കീർത്തനം രചിച്ച മോശയ്ക്ക് മനുഷ്യനായി ഭൂമിയിൽ വന്ന ദൈവപുത്രനായ യേശുവിനെ അറിയില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനും വർഷങ്ങൾക്ക് ശേഷം എഴുതിയ പുതിയ നിയമം അനുശാസിക്കുന്നതും എത്ര മാന്യത കുറഞ്ഞ വർക്കുകൾ പോലും യേശുക്രിസ്തുവിന് എന്നവണ്ണം ചെയ്യുക എന്നതാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ച് നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ശ്ലീഹ ഇത് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 22-24. അവിടെ ദാസന്മാരോട് പറയുകയാണ്, ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. മുഖപക്ഷം ഇല്ല. Slaves, obey your earthly masters in everything, and do it, not to live in their eyes on you and to win their favor, but with sincerity of heart and reverence for the Lord. Whatever you do, work at it with all your heart, as working for the Lord, not for men, since you know that you will receive an inheritance from the Lord as a reward. It is the Lord Christ you are serving. Anyone who does wrong will be repaid for his wrong, and there is no favoritism. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. പൗലോസ് എന്താണ് പറയുന്നത്? സെയിന്റ് പോൾ even called slaves to dedicate their most menial service to the living Christ, saying, it is the Lord Christ you are serving. നിങ്ങൾ യേശുക്രിസ്തുവിനെയാണ് സേവിക്കുന്നത്. ക്രിസ്തുവിനെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് എന്നത് ഇക്കാലത്ത് ആരെങ്കിലും തൻ്റെ തൊഴിലാളികളോട് പറയുമോ? തൊഴിലാളികൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ those who follow Jesus Christ surely should. യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള മനോഭാവമുണ്ട്. അവർ വർക്കുകൾ ചെയ്യുമ്പോൾ ഇത് കർത്താവിനെന്ന വണ്ണമാണ് അവർ ചെയ്യുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ ഏത് വലിയ ജോലിയിൽ നിന്നാണോ അവന് ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ജോലി ചെയ്യേണ്ടി വന്നത്, ആ ചെറിയ ജോലി അവൻ ആദ്യത്തെ ജോലിക്ക് തുല്യമാണ്. പ്രൊവൈഡഡ് ഈസ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ളവർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്. തനിക്ക് ഏത് ജോലിയാണോ നഷ്ടപ്പെട്ടത്, ആ ജോലി പോലെ തന്നെയാണ് ഇപ്പോൾ താൻ ചെയ്യുന്ന ആ വർക്കും. കാരണം അവൻ ചെയ്യുന്നത് കർത്താവിനാണ്. യേശു ക്രിസ്തുവിനെന്ന വണ്ണമാണ് അവൻ ചെയ്യുന്നത്.
He remembers that he is working for the Lord Jesus Christ. He never forgets that. ഇപ്പോൾ ഈ ജോലിയാണ് ദൈവം എനിക്ക് ചെയ്യുവാൻ നൽകിയിരിക്കുന്നത്, ഞാനത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യും എന്നവൻ പറയും. എന്നാൽ തങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന നിലവാരം കുറഞ്ഞ ജോലികൾ ദൈവത്തിന് സ്തുതിയർപ്പിക്കുവാനുള്ള യാഗമായി ഒരുവന് കാണുവാൻ കഴിയുമ്പോൾ അത് വലിയ ജോബിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്ന ജോലിയോ വലിയ ജോലിയോ നിലവാരം കുറഞ്ഞ ജോലിയോ കൂടിയ ജോലിയോ ഒന്നുമില്ല, എല്ലാം ജോലിയാണ്. കാരണം നാം ചെയ്യുന്നതൊക്കെയും ദൈവത്തിനെന്നവണ്ണം നാം ചെയ്യുമ്പോൾ എല്ലാ ജോലിക്കും ശ്രേഷ്ഠതയുണ്ട്. നാം ചെയ്യുന്ന ജോലിയെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. ഓരോ പ്രഭാതത്തിലും നാം ഉണർന്നു വരുമ്പോൾ ഇന്ന് എനിക്ക് ജോലി ചെയ്യുവാനുണ്ട്, ഐ ഹാവ് വർക്ക് ടു ഡു ടുഡേ എന്ന് നാം പറയണം. ഞാൻ ക്രിസ്തുവിന് ഈ ജോലി സമർപ്പിക്കുന്നു എന്നും പറയണം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജോലി എന്തു തന്നെയാണെങ്കിലും അത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കൈകളുടെ പ്രവൃത്തി ആയിക്കണ്ട് നമ്മുടെ ജീവിതവുമായും ദൈവവുമായും ബന്ധപ്പെടുത്തി ദൈവത്തിനെന്നവണ്ണം ചെയ്യുവാൻ നാം തയ്യാറാകണം. അല്ലാതെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ബെനിഫിറ്റ്സ്, സ്വാർത്ഥലാഭം, അതിൽ മാത്രം മനസ്സ് വെച്ച് ദൈവചിന്തയില്ലാതെ ജോലിയിലും പാപം ചെയ്യുവാൻ നമുക്ക് ഇടവരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എപ്പോഴും സ്വാർത്ഥലാഭത്തിനായി അൺറിലയബിളായവയിൽ ആശ്രയം വെച്ച് ദൈവത്തെ മറന്ന് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കായി ക്രൂശിലങ്ങ് നിർവഹിച്ച പ്രവൃത്തി ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുദേവാ, എൻ യേശുദേവാ, പാപിക്കാശ്രയം നീ. യേശുദേവാ, എൻ യേശുദേവാ, പാപിക്കാശ്രയം നീയേ. കരുണാനിധേ, സംഗീതം നീയല്ലാതില്ലേ. യേശുദേവാ, എൻ യേശുദേവാ, പാപിക്കാശ്രയം നീയേ. മരിച്ചവരെ പോലെ പാപകൂപേ വീണുപോയ ആദാമിൻ സന്തതി നീ. മരിച്ചവരെ പോലെ പാപകൂപേ വീണുപോയ ആദാമിൻ സന്തതി നീ. മരിച്ചവരെ ജീവിപ്പിപ്പാൻ വന്നോനെ, കുരിശിൽ നീ മരിച്ചിട്ടും തിരുച്ചോര ചൊരിഞ്ഞോനെ. മറിയാമിൻ സുതനേ, നീ ശരണം. പൊറുക്കായൻ പാപമെല്ലാം നിറയ്ക്കാനിൻ ജീവശക്തി ഇരിക്കാനീ ഹൃദയത്തിൽ. യേശുദേവാ, എൻ യേശുദേവാ, പാപിക്കാശ്രയം നീയേ. അതികഠിനം പല പരീക്ഷകളേറിടുന്നു, വീഴാതെ സൂക്ഷിക്ക നാഥ. അതികഠിനം പല
സൂക്ഷിക്ക നാഥ. അതിരില്ലാതെ അധർമ്മം പെരുകുന്നു, എതിർപ്പുകൾ വർദ്ധിക്കുന്നു, ബലം നൽകൂ രക്ഷിതാവേ. നീതിമാനാകും കർത്താവേ കനിയണേ. ശത്രുഗണം ക്രുദ്ധിച്ചാലും മിത്രങ്ങളുപേക്ഷിച്ചാലും സ്തോത്രത്തോടെ ജയിച്ചിടാം. യേശുദേവായൻ യേശുദേവാ, പാപിക്കാശ്രയം നീയേ. കരുണാനിധേ സങ്കേതം നീയല്ലാതില്ലേ. യേശുദേവായൻ യേശുദേവാ,